തട്ടിപ്പിൻ്റെ പാനപാത്രം മുത്തുനബിയെ വിൽക്കരുത്. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രമുഖ പണ്ഡിതനും എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും സർവോപരി എൻ്റെ ഗുരുനാഥനുമായ ഒ അബ്ദുള്ള സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വൈദഖാല ഇബ്രാഹിം കൈഫ തുഹീൽ മൗത ഖാല അബലം തുഅ്മിൻ ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്നേക്കാൾ കഴിവും അർഹതയും യോഗ്യതയുമുള്ള ഒരുപാട് ആളുണ്ടായിരിക്കെ എന്നെ ക്ഷണിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കാണുന്നതിന് പകരം AP അബൂബക്കർ മുസ്ലിയാരെ കണ്ടാൽ മതിയെങ്കിൽ പിന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ആൾ എങ്ങനത്തേതായിരിക്കണമെന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ടതില്ല എന്ന ഒരു വാചകത്തിൽ നിന്നുണ്ടായ ആത്മധൈര്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആസ്പത്രിയിലായിരുന്നു ഞാൻ. കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് ആദ്യമായി വരാൻ എനിക്ക് ധൈര്യം നൽകിയത്. പിന്നെ SK പൊറ്റക്കാടിൻ്റെ ഒരു കഥാപാത്രകത്ത് കടക്കണം, ടിക്കറ്റ് വാങ്ങാൻ കാശുമില്ല. ഈ സംഭവത്തോടനുബന്ധിച്ച് അടിയും ഇടിയുമുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ എല്ലാവിധ അസുഖങ്ങളും മറക്കുകയായിരുന്നു. ഇടിയുണ്ടാവും, അടിയുണ്ടാവും, ഇന്നലെ ചില റിഹേഴ്സലുണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കത് പുതിയതല്ല എന്നതാണ് ഇക്കാര്യത്തിൽ എൻ്റെ അനുഭവം. ഈ സംഭവം ആദ്യമായി മുടിയുമായി വന്ന് AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്ത് മർക്കസിന് മുമ്പിൽ അത് അവതരിപ്പിച്ചപ്പോൾ ഞാൻ ആ വഴിയെ കാറിൽ വരികയായിരുന്നു. ഭയങ്കരമായ ട്രാഫിക് ജാം. അപ്പോൾ എന്താണ് സംഭവമെന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു മുടി ഇവിടെ എത്തിയിരിക്കുന്നു. അത് വെള്ളത്തിലിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ രോഗങ്ങളും മാറും എന്ന് മാത്രമല്ല, അതിന് വിശദീകരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ കാസറ്റ് എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ലോ വുളിഅ ഷഅറുൻ മിൻ ഷഅരി റസൂൽ ഫീ ബൽദത്തിൻ ഔ അലാ ബൈത്തിൻ ഔ അലാ ഷജരിൻ ഔ അലാ ഹജരിൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നീണ്ട പ്രവാചകൻ്റെ ഈ മുടി ഒരു രാജ്യത്ത് ഒരു നഗരത്തിൽ, ബൽദത്ത് എന്ന് പറയുകയാണെങ്കിൽ ബലദിയ എന്ന് പറഞ്ഞ നഗര മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്ന വെക്കാം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മുകളിൽ, ഒരു വീടിൻ്റെ മുകളിൽ, ഒരു നാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യം നജാതിൽക്കൽ ബലദ്, ആ രാജ്യം അതോടുകൂടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത കൗതുകം തോന്നി. ഇങ്ങനൊരു മുടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് അത് മാത്രം മതിയല്ലോ. അപ്പോഴാണ് അതിനെ സംബന്ധിച്ചൊന്ന് അന്വേഷിച്ച് പഠിക്കണമെന്ന് തോന്നിയത്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഞാൻ ആദ്യം തന്നെ വാചകം എഴുതിയത്, പ്രവാചകന്മാരുടെ ബോഡി വേസ്റ്റ്, ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ പരിശുദ്ധമാണോ, അഥവാ ആണെങ്കിൽ തന്നെ അവ ആദരിക്കാനും പൂജിക്കാനും വെള്ളത്തിലിട്ട് കുടിക്കാനും നാം അനുശാസിക്കപ്പെട്ടിട്ടുണ്ടോ, അഥവാ അങ്ങനെയും അനുശാസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കയ്യിൽ വന്നിട്ടുള്ളതായ ഈ തലമുടി, കേശം, തിരുകേശം എന്ന് നമുക്ക് പറയണമെങ്കിൽ പ്രവാചകൻ്റെതാണെന്ന് ബോധ്യപ്പെടണം. അത് യഥാർത്ഥത്തിൽ തന്നെ പ്രവാചകൻ്റെതാണോ എന്നതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തെ തുടർന്നുണ്ടായ ബഹളവും പ്രതികരണവും ഭീഷണിയും ദിവസങ്ങളോളം നീണ്ടു നിന്നു. വീട്ടിന് മുമ്പിലൂടെ പ്രകടനങ്ങളുടെ ഘോഷയാത്ര. പിന്നീട് എന്തുകൊണ്ട് പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയവർ എന്തുകൊണ്ട് ഇവൻ്റെ കൈവെട്ടുന്നില്ല എന്ന പോസ്റ്ററുകൾ ഉടനീളം ഏത് റോഡിൽ ഇറങ്ങി നടന്നാലും ആ പോസ്റ്ററുകളായിരുന്നു. പക്ഷേ പിന്നീട് അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിവാകുകയും സംഗതി ശരിയല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമാവുകയും ചെയ്തതോടുകൂടി ആ തരത്തിലുള്ളതായ ഭീഷണികൾ അവസാനിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് പ്രവാചകൻ ഉപയോഗിച്ചതായ പാത്രം ഇവിടെ വരാൻ തുടങ്ങിയത്. അതിനെ കളിയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ളതായ ചില പ്രതികരണങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്നതായ ഒട്ടകം കോഴിക്കോട് കടപ്പുറത്ത് ഇതാ വന്നിരിക്കുന്നു. പ്രവാചകൻ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് പറിച്ചു കൊടുത്തതായ ആപ്പിളിൻ്റെ പകുതി ഭാഗം അത് AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുണ്ട്. അത് ഉടനെ തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. തുടങ്ങിയിട്ട് വളരെ പരിഹാസ്യമായ ഫിർഔൻ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഷെഡ്ഡി, ആ ഷെഡ്ഡിയുടെ ഒരു രൂപം ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. കുട്ടികളെ മിക്കവാറും ചെറുപ്പക്കാരെല്ലാവരും അത് കണ്ടതാണ്. ആ രീതിയിൽ തന്നെയാണ് അതിന് നേരിടേണ്ടത്, അതിലൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ മുഹമ്മദ് വെള്ളത്തിനോട് ചോദിച്ചു, ഇപ്പോൾ എന്താണ് ഈ സംഭവത്തിൻ്റെ പ്രസക്തി, അത് എന്നോ കഴിഞ്ഞൊരു സംഭവമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആണ് മുഹമ്മദ് പറഞ്ഞത്, അതിൻ്റെ പ്രസക്തി അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ
ദ ഹോളി ഹെൽ എന്ന് പറയുന്നത്, അതായത് ബഹുമാനപ്പെട്ട നരകം. പരിശുദ്ധ എന്നാണ് അർത്ഥം പറയേണ്ടതെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ വാക്ക് ബഹുമാനപ്പെട്ട എന്നതാണ്. ആ ബഹുമാനപ്പെട്ട എന്ന വാക്ക് പറയുമ്പോൾ ഞാൻ സ്വദേശീയമാണ് അങ്ങനെ ആ വാക്ക് പറയുന്നത്. ഇത്തരത്തിലുള്ള കുറേ പദാവലികളും ഇത്തരത്തിലുള്ള ജാണ്ടകളും ഇത്തരത്തിലുള്ള ചില കെട്ടുകാഴ്ചകളും, നിങ്ങളുടെ ഈ പേര് പോലും മുത്തുനബി എന്നാണ് സോളിഡാരിറ്റിയെ പോലുള്ളൊരു സംഘടന സ്വന്തമായ ശീർഷകം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരിക്കൽ തന്നെ മുത്തുനബി എന്ന രീതിയിലായിരിക്കില്ല. കാരണം അതിനൊരു അജ്മീറിൻ്റെ മണമുണ്ട് എൻ്റെ ദൃഷ്ടിയിൽ. മുത്തുനബി എന്ന് പറയുമ്പോൾ ആ വാക്കിന് നമുക്ക് കേട്ട് പരിചയമുള്ള പ്രവാചകനെ നാം അറിയുന്ന ആദരിക്കുന്ന നമുക്ക് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അത് ആ രൂപത്തിലുള്ളൊരു അഭിസംബോധനമേ ആയിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ചില പരാമർശങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ സ്ഥാനത്തും അസ്ഥാനത്തും അനാവശ്യങ്ങളായ പദാവലികൾ കൊണ്ടുവന്ന് ആ സംഗതിയെ അതിൻ്റെ മെയിനിൽ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് കുറേ പദങ്ങൾ കൊണ്ടുള്ളതായ ഒരു ഉത്സവമാണ്. അതിലാണ് ഈ ബഹുമാനപ്പെട്ട എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായയെ പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ട നായ എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട നായ, ബഹുമാനപ്പെട്ട പട്ടി. കെൽബ് എന്നുള്ളതിന് ആൺപട്ടി എന്ന് പറയും, നായ എന്ന് പറയും. ബഹുമാനപ്പെട്ട പട്ടി, ബഹുമാനപ്പെട്ട നായ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി ആയിഷ അഭിസംബോധന ചെയ്യുമ്പോൾ പോലും ഒരിക്കലും തന്നെ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അത് അല്ലെങ്കിൽ യാ അബുൽ ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനിലേക്ക് ചേർത്തുകൊണ്ട് യാ അബുൽ ഖാസിമേ എന്നല്ലാതെ ഒരിക്കലും തന്നെ ബഹുമാനപ്പെട്ട എന്നതിന് പര്യായമായ അൽ മുഅല്ലം അൽ മുഹ്തറം എന്ന വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. ഇത് ചെറിയൊരു കാര്യമാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുറേ പദങ്ങളും ഇത്തരത്തിലുള്ളതായ കുറേ ബഹളങ്ങളും ഇത്തരത്തിലുള്ളതായ കുറേ ഈ തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളിലൂടെ പ്രവാചകനെ എന്തോ ഒന്നാക്കി മാറ്റി നിർത്തിക്കൊണ്ട് വസ്തുതകളിൽ നിന്ന് പ്രവാചകൻ്റെ ശരിയായ പ്രബോധനത്തിൽ നിന്ന് ദൗത്യത്തിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി നിർത്തിക്കൊണ്ട് മക്ക എന്നതിനെ വിസ്മരിച്ചുകൊണ്ട് മദീന എന്നതിനെ പ്രമുഖ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മക്കയിലേക്കുള്ള പാതയ്ക്ക് പകരം മദീനയിലേക്കുള്ള യാത്ര, അത് പല സ്റ്റേജുകളിലും പല പ്രസംഗങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ളതായ മഹത്വവൽക്കരിച്ചു കൊണ്ടുള്ളതായ ഒരു ഇസ്ലാം, ഇത് യഥാർത്ഥ ഇസ്ലാമല്ല. ഇസ്ലാം അതല്ല. തൗഹീദിൽ വിശ്വസിക്കുന്നതായ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മക്ബറകളല്ല, ഇത്തരത്തിലുള്ള പദാവലികളല്ല. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ പ്രസക്തി എന്ത് എന്ന് ചോദിച്ചപ്പോൾ ദ ഹോളി ഹെൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗെയിൽ ട്രെഡ്വെൽ അവരെഴുതിയതായ ഒരു പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പ്രസക്തമായി തോന്നാനുള്ളത് കാരണം ചാനലുകൾക്ക് മുമ്പിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ, ഗായത്രിയുടെ പുസ്തകം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇത് വർഗീയമാണ്, ഈ പ്രശ്നം ഏറ്റെടുത്ത് നടത്തുന്നത് ഇവിടുത്തെ മീഡിയ വണ്ണാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, SDPI ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ പ്രതികരിച്ചപ്പോൾ അതിന് ഞാൻ മറുപടി പറയുകയുണ്ടായി. ഞാനുമായുള്ള എൻകൗണ്ടറിൽ പറഞ്ഞതായ മറുപടി, ഈ അന്ധവിശ്വാസത്തിനെതിരായ പോരാട്ടം, ആ ദൈവങ്ങൾക്കെതിരായ പോരാട്ടം ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെയോ സമുദായത്തെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല. ഞങ്ങൾ ആദ്യമായി നടത്തുന്ന പോരാട്ടം ഞങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരു നിലക്കും ഇത്തരത്തിലുള്ളതായ ഒരു ആൾ ദൈവമോ അതിൻ്റെ നിഴലുപോലുമോ ആവാൻ പാടില്ലാത്തതായ ഒരു മതത്തിൻ്റെ വിശ്വാസികളാണ് ഞങ്ങൾ. ആ വിശ്വാസത്തിൽ പോലും കടന്നു കയറി ഇത്തരത്തിലുള്ളതായ ആൾ ദൈവങ്ങളായി ചമയാനുള്ള എന്ന് പറഞ്ഞാൽ പോരല്ലോ. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു ദിവസം പ്രബോധന വാരികയിൽ വന്നതായ ഒരു ലേഖനം, ആ ലേഖനത്തിലൊരു ഉദ്ധരണി അനുസരിച്ച് ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് AP അബൂബക്കർ മുസ്ലിയാരോട് അന്വേഷിച്ചുകൊണ്ടായിരിക്കും. ദൈവത്തിന് പകരം മറ്റൊരു ദൈവമല്ല, പിന്നെ എന്താണത്? AP അബൂബക്കർ മുസ്ലിയാർ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് അന്വേഷിച്ചുകൊണ്ടായിരിക്കും, മുനാജാത്ത് നടത്തിക്കൊണ്ടായിരിക്കും, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടായിരിക്കും, തഹീറിൻ്റെത് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ദൈവം എന്തെങ്കിലും ഒന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ വല്ല മാറ്റം വരുത്തണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇനി മഴ വർഷിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സൂര്യനെ ഉദിപ്പിക്കണമെങ്കിൽ അത് മർക്കസിൽ പോയി ചോദിച്ചിട്ട് വേണം എന്ന് പറയുമ്പോൾ ആൾ ദൈവം ചമയൽ തന്നെയാണ്. അപ്പോൾ ഇതിനെ ഞാൻ ചാനൽ പറഞ്ഞു, ഞങ്ങളുടെ വിമർശനം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ സാമുദായികമേ അല്ല. ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമം പത്രം മാത്രമല്ല. ഏറ്റവും വൃത്തിയായി ഭംഗിയായി ഈ വിഷയം അവതരിപ്പിച്ചത് മംഗളം ദിനപത്രമാണ്.
അത് ഈ പറഞ്ഞ വിഭാഗങ്ങളുടേതല്ലല്ലോ. മംഗള നിരപത്രത്തിനെ അതിനെ തുടർന്ന് അവരുടെ ഓഫീസ് തച്ച് തകർത്തു, പല നിലക്കുള്ളതായ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. ഈ സംഗതി, അതായത് അന്ധവിശ്വാസം, ആൾ ദൈവങ്ങൾ, അതിൻ്റെ ഒരു വമ്പിച്ച വ്യാജ വാറ്റ് കേന്ദ്രങ്ങൾ. ഈ വാറ്റ് കേന്ദ്രങ്ങൾ എല്ലാ സമുദായത്തിലും അടുത്ത കാലത്തായി വളരെ വലിയ തോതിൽ, വിപുലമായ തോതിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വർഗീയത എന്ന് പറഞ്ഞുകൊണ്ടോ സാമുദായികത എന്ന് പറഞ്ഞുകൊണ്ടോ വിഭാഗീയമായി കണ്ടുകൊണ്ട് ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും തന്നെ ശരിയല്ല. ദൈവികമായ വിശ്വാസം, ആത്മീയമായ അഭിനിവേശം എല്ലാ ജനവിഭാഗങ്ങളിലും ഉള്ളതാണ്. ദൈവത്തിലുള്ളതായ വിശ്വാസം, പക്ഷേ ആ ആത്മീയതയെ ദൈവത്തിൽ നിന്ന്, ദൈവിക വിശ്വാസത്തിൽ നിന്നുള്ള ഒരു പാതയായി, ഒരു മാർഗമായി കൊണ്ടുവരുമ്പോൾ സമചിത്തത, അതിൻ്റെ നേർരേഖയിൽ നിന്ന് തെറ്റാനുള്ളതായ സാധ്യത വളരെ വലുതാണ്. പലപ്പോഴും പിഴവുകൾ സംഭവിക്കും. ആ പിഴവുകളെ എങ്ങനെ ദൂരീകരിക്കണമെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങിക്കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അക്കാര്യത്തിൽ വളരെ വ്യക്തമായ ശക്തമായ നിർദ്ദേശങ്ങളുണ്ട്. നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ഏകദൈവ വിശ്വാസി ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്, അബ്രഹാം പ്രവാചകൻ. അദ്ദേഹം യുക്തി ചിന്തയിലൂടെയാണ് ദൈവത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം ആദ്യം തന്നെ, നമുക്ക് പൊതുവെ അറിയാവുന്നത് പോലെ, സമയം പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, നക്ഷത്രത്തെ കാണുന്നു, നക്ഷത്രമാണ് എൻ്റെ ദൈവമെന്ന് പറയുന്നു. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അസ്തമിക്കുന്ന എൻ്റെ ദൈവമല്ല, എൻ്റെ ദൈവം ചന്ദ്രനാണെന്ന് പറയുന്നു. ചന്ദ്രൻ അസ്തമിക്കുമ്പോൾ ഈ അസ്തമിക്കുന്ന ചന്ദ്രൻ എനിക്ക് ആവശ്യമില്ല, ഇനി വലിയ ഹാദ റബ്ബി ഹാദ അക്ബർ, ഞാൻ സൂര്യനിൽ വിശ്വസിക്കുന്നു. സൂര്യനും അസ്തമിച്ചപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ളതായ അസ്തമിക്കുന്ന യാതൊന്നിനും വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഏകനായ ദൈവത്തെയാണ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെയാണ്. ഇസ്ലാം യുക്തിയെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നത്, അന്ധവിശ്വാസങ്ങളെയല്ല, അതുപോലെയുള്ള പൊട്ടത്തരങ്ങളെയല്ല. അങ്ങനത്തെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചതായ ഒരു ചോദ്യമാണ് ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചതായത്. കാല ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ കൈഫത്തുഹിൽ മൗത്ത, നീ എങ്ങനെയാണ് മരിച്ചതായ ആൾക്കാരെ അല്ലെങ്കിൽ ജീവനില്ലാത്തവരെ ജീവിപ്പിക്കുന്നത് എന്ന് ദൈവത്തോട് അള്ളാഹു തആല ചോദിക്കുകയാണ്. യുക്തി ചിന്തയിലൂടെ എത്തിയതായ, കണ്ടുപിടിച്ചതായ ദൈവത്തോട് ചോദിക്കുകയാണ്. നീ അപ്പം ദൈവത്തിനുള്ള മറുപടി ദൈവം ചോദിക്കുകയാണ്, അവലം തൂമിൻ, നിനക്ക് ദൃഢമായ വിശ്വാസമില്ലേ, നീ വിശ്വസിച്ചിട്ടില്ലേ? കാല ബല, അതെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വലാക്കിൻ ലിയത്തുമ്മഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിന് സമാധാനം കിട്ടണമെങ്കിൽ ഏതൊരു കാര്യത്തെയും എനിക്ക് സൂക്ഷ്മമായി, യുക്തിസഹമായി, ഭദ്രമായി, അടിയുറച്ചതായ ഒരു വിശ്വാസത്തിൻ്റെ ആവശ്യകതയ്ക്ക് പറ്റുന്ന രീതിയിൽ ആ കാര്യം എനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകന് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ അവിടെ കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിൽ നിഗൂഢതയില്ല. ഇതിൻ്റെ ആത്മീയതക്കോ അതിൻ്റെ ഭൗതികതക്കോ നിഗൂഢതയില്ല. ഈ ഒരു നിഗൂഢത ഇവിടുത്തെ മാതാമൃതാനന്ദമയുടെ ആൾക്കാർക്ക് അങ്ങനെ ഒരു നിഗൂഢത ഞങ്ങളുടെ ഓഫീസിലില്ല എന്ന് പറയാൻ കഴിയുമോ? ഞങ്ങളുടെ ആശ്രമത്തിൽ അത്തരത്തിലുള്ളൊരു നിഗൂഢതയില്ല എന്ന് പറയാൻ കഴിയുമോ? അന്നത്തെ ചാനൽ ചർച്ചയിൽ ഞാൻ പറയുകയുണ്ടായി, എ.പി. അബൂബക്കർ മുസ്ലിയാർ ഇത്തരത്തിലുള്ളതായ ചില അഭിനയങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിൽ നിഗൂഢതയില്ല. അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ആർക്കും കടന്നു ചെല്ലാം. ഞാൻ ചെന്നിട്ടുണ്ട്. അവിടെ അതിൻ്റെ എല്ലാ അകത്തും മുറിയിലും കടന്നു ചെല്ലാം. ഇസ്ലാമിൻ്റെ ആ ആത്മീയതയെ അദ്ദേഹം ദുരുപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അക്കാര്യത്തിൽ നിഗൂഢതയില്ല എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അത് അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ തരത്തിലുള്ളതായ ഒരു കാര്യം രാഹുൽ ഈശ്വരനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മാതാമൃതാനന്ദമയിയുടെ മഠത്തെക്കുറിച്ച് പറയാൻ കഴിയുമോ? എങ്കിൽ എങ്ങനെ എത്രയെല്ലാം കൊലപാതകങ്ങൾ അവിടെ വെച്ച് നടന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പറയുന്നതായ ഗായത്രിയുടെ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ ഒരു സ്ത്രീ ഞാൻ നിരന്തരം ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് ആഭ്യന്തര മറുപടി പറയേണ്ടത്, ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ആൾ പറയേണ്ടത് എന്താണ്? ആ മഠം ഒരുപാട് ജനസേവനം ചെയ്യുന്നു എന്നാണ് എൻ്റെ ചോദ്യം. എങ്കിൽ ചമ്പൽ താഴ്വരയിലെ കള്ളന്മാർ, കൊള്ളക്കാർ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള പോലെ മാനസികനെ പോലെയുള്ള ആളുകൾ, അവരെന്താ ചെയ്തിരുന്നത്? അവരവിടെ പോയി കൊള്ള നടത്തിയ ആ കൊള്ള മുതലുകൾ ആ നാട്ടിൽ വിതരണം ചെയ്യുകയായിരുന്നു. ആ നാട്ടിലുള്ള നമുക്കറിയാവുന്ന MP-മാർ വരെ ആ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്. ആ കൊള്ളക്കാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും ശരിയാണോ? ഒരു കവർച്ച നടത്തുന്നു, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കൊള്ള നടത്തുന്നു, കാശ് കവരുന്നു, ആത്മീയതയെ ചൂഷണം ചെയ്തുകൊണ്ട് ധനം സമ്പാദിക്കുന്നു. ആ സമ്പാദ്യത്തെ ന്യായീകരിക്കാൻ അവർ കുറേയധികം സേവനങ്ങൾ ചെയ്താൽ മതിയോ? അതിന് മറുപടിയില്ലെന്ന് മാത്രമല്ല, ചോദിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഈ പ്രശ്നം ഉന്നയിച്ച ആളുകളുടെ പേരിൽ കേസ്.
അതേ അവസരത്തിൽ ഈ പറഞ്ഞ ഗായത്രി ഉന്നയിച്ചതായ ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതായ ആ സ്ത്രീക്കെതിരെ കേസില്ല. വെറും ഒരു ബലാത്സംഗം മാത്രമല്ല, ഈ ലക്കം ഷബാബ് വാരികയിൽ അത് സംബന്ധിച്ച് എഴുതിയതായ വാചകങ്ങൾ അത് പറയാൻ മടിയുള്ളത് കൊണ്ട് എഴുതി ഞാൻ അല്പം മാത്രം വായിക്കുകയാണ്. രാജ്യത്തെ ഇതര ആൾദൈവങ്ങളുടെ ആശ്രമങ്ങളിലെ അധോലോക കഥകളിൽ ഒട്ടും വ്യത്യസ്തമല്ല വള്ളിക്കാവിലെയും സ്ഥിതി എന്ന കാര്യം ആദ്യമായല്ല വെളിപ്പെടുന്നത്. ആശ്രമത്തിനകത്ത് അവിഹിതമായ പലതും നടക്കുന്നുണ്ടെന്ന് പലതവണ പുറത്തു വന്നതാണ്. വള്ളിക്കാവിലെ അനന്താൻമയി ആശ്രമത്തിൽ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് കൊല്ലം ജില്ലയിൽ ജയിലിൽ അടക്കപ്പെടുകയും പിന്നീട് പേരൂർക്കട മാനസികരോഗ കേന്ദ്രത്തിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്ത സത്നാ സിംഗ് എന്ന യുവാവിൻ്റെ മരണം ഇപ്പോഴും ദുരൂഹതയിൽ തുടരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനും തൃശ്ശൂർ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനുമായിരുന്ന കൊടുങ്ങല്ലൂർ മഠത്തിൽ പറമ്പിൽ നാരായണൻകുട്ടി വള്ളിക്കാവിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവവും ഈ പരമ്പരയിൽപ്പെട്ട മറ്റൊന്നാണ്. ഇതേ ആശ്രമത്തിൽ വെച്ച് തന്നെയാണ് അമ്മയുടെ സ്വന്തം സഹോദരൻ സുഭകൻ തൂങ്ങി മരിച്ചത്. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം പോലും ആരും ചെവിക്കൊണ്ടില്ല. അമൃതാനന്ദമയിയുടെ അപ്പച്ചിയുടെ മകനായ പ്രദീപ് കുമാറിൻ്റെ കസ്റ്റഡി മരണം, പറയക്കടവിലെ ഭാസ്കരദാസിൻ്റെ ദുരൂഹ മരണം, ചരിത്രകാരൻ ധരംധറിൻ്റെ ദുരൂഹ സാഹചര്യത്തിലെ മരണം തുടങ്ങി ഒട്ടേറെ ദുരൂഹ മരണങ്ങളിലും കൊലകളിലും അമൃതാനന്ദ മഠം ആരോപണ വിധേയമായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ വള്ളിക്കാവിലെ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുമ്പോഴൊക്കെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനശക്തി ഉപയോഗിച്ചും മാധ്യമങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കിയും അവ മൂടിവെക്കുകയാണ് പരിപാടി. എന്നാൽ ഗെയിലിൻ്റെ പുസ്തകം എളുപ്പത്തിൽ മറച്ചുവെക്കാൻ സാധിക്കാത്ത വിധം വള്ളിക്കാവ് ആശ്രമത്തിലെ ഞെട്ടിക്കുന്ന അനാശാസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. മഠത്തിലെ രണ്ടാമനോ അമൃതാനന്ദമയിയുടെ മാനസപുത്രനുമായ അമൃത സ്വരൂപാനന്ദക്കെതിരെ ഭീകരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. സന്യാസിപ്പട്ടം അണിയുന്നതിന് മുമ്പ് ബാലു എന്നറിയപ്പെടുന്ന ഇയാൾ ധനമോഹിയും ക്രൂരനായ കാമവ്രിയനുമാണെന്ന് ഗെയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അയാളുടെ നിരന്തരമായ കാമകളികൾക്ക് കീഴ്പ്പെട്ട് കൊടുക്കാൻ നിർബന്ധിതമായെന്നും മാത്രമല്ല, അമ്മയുമായി അയാൾക്കുള്ള വഴിവിട്ട ബന്ധങ്ങളും വിവാദ പുസ്തകം പുറത്തുവിടുന്നു. ഒരിക്കൽ ഹവായിലെ ദ്വീപിലേക്കുള്ള യാത്രക്കിടയിൽ അമ്മയും ബാലുവും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടതായി പുസ്തകത്തിൽ ഒരിടത്ത് ഗെയിൽ വ്യക്തമാക്കുന്നു. തന്നെ പലതവണ ഇയാൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന് ആരോപിക്കുന്ന ഗെയിൽ അതൊക്കെ അമ്മയുടെ മൗനസമ്മതത്തോടെയാണെന്ന് സൂചന നൽകുന്നു. ഇത് വായിച്ചത് ബോധപൂർവ്വമാണ്. കാരണം ഇത് പറയുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. വളരെ പരസ്യമായി ലൈംഗിക വീഴ്ചയിൽ ഒരു പുരുഷനെ തൻ്റെ ആശ്രമത്തിലുള്ള ഒരാളുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോധ്യമാവില്ല. അനുഭവസ്ഥയായ ആ സ്ത്രീയാണത് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ ആത്മീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രൂപത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനൊക്കെ വ്യത്യസ്തങ്ങളായ വിശുദ്ധ ഖുർആൻ തന്നെ അംഗീകരിക്കുന്നതനുസരിച്ച് ഓരോരുത്തർക്കും അവരുടേതായ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോരുത്തർക്കും അവരുടേതായ ചില രീതികളുണ്ട്. പക്ഷെ അതിന് നിഗൂഢത എന്ത്? ഈ നിഗൂഢതയാണ് ആത്മാനന്ദമയി ആശ്രമവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അഥവാ ഈ കാര്യത്തിലാണ് ഇവിടുത്തെ അധികൃതരുടെ സമീപനം. ഒന്നുകൂടി അവർ ഇക്കാര്യത്തിൽ തുറന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് ഈ യോഗത്തിൽ ഉന്നയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രമേയം. ഈ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ വേട്ടയാടുക, സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കേസെടുക്കുക, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. ഒരു സ്ത്രീ ഞാൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു, നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും പരാതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഗണിക്കുക, ഇത് ശരിയല്ല. രണ്ടാമത്, ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളെ ശക്തമായും യുക്തമായും എതിർക്കണമെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ ഈ ഇസ്ലാമിക തൗഹീദിനെ മലിനപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് അടിക്കാനുള്ളതായ വടികൾ ഒഴിഞ്ഞു നൽകുകയും ചെയ്യുക എന്ന അങ്ങേയറ്റത്തെ അസംബന്ധമായ രീതി അദ്ദേഹം മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഉണ്ടിരിക്കുന്ന നായക്ക് വിളി തോന്നി എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും മറ്റും ചെയ്തുകൊണ്ടിരിക്കെ എന്തിനാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളതായ ഒരു മുടി കൊണ്ടുവന്ന് താൻ പറഞ്ഞാൽ എന്തും ആളുകൾ വിശ്വസിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ആ വിശദീകരണം അദ്ദേഹം പലപ്പോഴും നടത്തി നോക്കിയിട്ടുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. പ്രവാചകൻ്റെ മുടി അല്ലെങ്കിൽ പ്രവാചകൻ്റെ ശരീരത്തിലെ മറ്റു വേസ്റ്റുകൾ ഇവയ്ക്ക് അവ കത്തിച്ചാൽ കത്തുകയില്ല. ആര് പറഞ്ഞു കത്തിച്ചാൽ കത്തൂല? ആരാ പറഞ്ഞത് കത്തിച്ചാൽ കത്തുകയില്ല? പ്രവാചകൻ്റെ മുടിക്ക് നിഴലുണ്ടാവില്ല, പ്രവാചകന് നിഴലുണ്ടാവില്ല. ആര് പറഞ്ഞു? പ്രവാചകന് നിഴലുണ്ട് എന്നത് വ്യക്തമായും ഹദീസുകളിലുണ്ട്.
പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്താണോ പറയുക, ഇത്തരം കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആത്മീയത വഴിതെറ്റുമ്പോൾ നാം പരിശോധിക്കേണ്ടത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ എന്താണ് പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത്, ഏത് രീതിയിലാണ്, എന്താണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന് ശേഷം നമ്മോട് പിന്തുടരാൻ ആവശ്യപ്പെട്ടത്? തറക്തുബീക്കും അംറൈനി, 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞത്. ഒന്ന് മുടിയും ഒന്ന് ചട്ടിയുമല്ല. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്ക് മുടി ഉപേക്ഷിച്ച് നിൽക്കുന്നു, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ചട്ടിയും കൊണ്ട് അങ്ങനെ വരുന്നു. മുടിയും ചട്ടിയുമാണ് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് മുറുകെ പിടിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് ഈ ബഹുമാനപ്പെട്ട കാന്തനോ അബൂബക്കർ മുസ്ലിയാർക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെയെങ്കിൽ അത് അദ്ദേഹം തുറന്ന് പറയണം. ഖുർആനും സുന്നത്തുമാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു മനുഷ്യൻ മാത്രമാണെന്നല്ല, ഇന്നമാത്ത ബഷറുൻ എന്ന് പറഞ്ഞാൽ മതി, മാത്രമാണ്. ഇന്നമാ ഉപയോഗിച്ച് പറഞ്ഞാൽ മാത്രം എന്നർത്ഥം. പക്ഷെ അവിടെയും ഖുർആൻ അവസാനിപ്പിക്കുന്നില്ല. മിസ്ലുക്കും, നിങ്ങളെയൊക്കെ പോലെയുള്ളതായ ഒരു മനുഷ്യൻ, നിങ്ങളെപ്പോലെയുള്ളതായ ഒരു മനുഷ്യൻ. ആ കാലത്ത് ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങൾക്ക് പ്രവാചകനായിക്കൊണ്ട് ഒരു മലക്കിനെ അയക്കണം. ഈ പ്രവാചകൻ എന്താണ്? മാലിഹാദർ റസൂൽ യംശി ഫിൽ അസ്വാഖ്, ഇദ്ദേഹം ഞങ്ങളെ മാതിരി അങ്ങാടിയിലൊക്കെ വരുന്നു, ഇവിടുന്ന് മീൻ വാങ്ങുന്നു, ഇവിടുന്ന് മത്തി വാങ്ങുന്നു, അത് വാങ്ങുന്നു, ഇത് വാങ്ങുന്നു. ഇദ്ദേഹം കല്യാണം കഴിക്കുന്നു, ഇദ്ദേഹത്തിന് കുട്ടികളുണ്ടാകുന്നു, അദ്ദേഹം ഉറങ്ങുന്നു, അദ്ദേഹം ഉണരുന്നു, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. ഈ കാര്യത്തിലൊക്കെ അതീതമായി, മനുഷ്യൻ്റെ പ്രകൃതിയിൽ നിന്ന് അതീതമായിക്കൊണ്ടുള്ള ഒരു വ്യക്തിത്വത്തെയുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞത് ഖുർആനിലുണ്ട്. ഒലു അൻസൽനാഹു മലക്കൻ, നമ്മളെങ്ങാനും അതൊരു മലക്കിനെയാണ് അയക്കുന്നതെങ്കിൽ റജുലൻ, അപ്പോൾ നിങ്ങളുടെ സംശയം അവസാനിക്കാൻ പോകുന്നില്ല, അതൊരു പുരുഷനായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും എന്തുകൊണ്ട് സ്ത്രീ അയച്ചില്ല? അപ്പോൾ സാധാരണ മനുഷ്യൻ അത് പറയുമ്പോൾ പ്രവാചകനെ അഷ്റഫുൽ ഖൽഖിനെ, ഞാൻ നേരത്തെ പറഞ്ഞതായ ബഹുമാനപ്പെട്ടകളൊക്കെ കൂടി കണ്ട് കൊണ്ടുവന്നിട്ട് കണ്ടോ ഇവർ പ്രവാചകനെ പറ്റി പറയുന്നു നോക്കൂ എന്ന് പറഞ്ഞ് താഴ്ത്തി ചെറുതാക്കി ഒന്നിനും കൊള്ളാതാക്കുന്നതായ ഒരു ശൈലിയാണ്. അത്തരത്തിലുള്ളതായ ചില വാചകങ്ങൾ കൊണ്ടാണ് ഇവർ പിടിച്ചു നിൽക്കുന്നതും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ബഹുമാനപ്പെട്ടതിന് മുത്തുനി എന്ന് പരാമർശിച്ചത്. അതല്ല വസ്തുത. പ്രവാചകൻ ശരിയായ സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യനാണ്. പ്രവാചകന് മറ്റ് മനുഷ്യന്മാർക്ക് സംഭവിക്കാവുന്ന എന്തും സംഭവിക്കും. അദ്ദേഹത്തിൻ്റെ പല്ല് നഷ്ടപ്പെട്ടു, ആ ഏറുകൊണ്ടാണ് പല്ല് നഷ്ടപ്പെട്ടത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പല്ല് നഷ്ടപ്പെടാൻ കാരണം? ആ എറിഞ്ഞതൊരു തീപ്പന്തം കൊണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കത്തിപ്പോവില്ലേ? അപ്പോൾ പ്രവാചകൻ കത്തൂല അല്ലെങ്കിൽ നേലുണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധങ്ങളാണ്. ആ കാര്യത്തിലൊന്നും അങ്ങനെയല്ല പ്രവാചകനാകുന്നത്. സാധാരണ മനുഷ്യൻ, എന്നിട്ടും ഇത്രയും മഹത്തായ ഒരു വിപ്ലവം അദ്ദേഹത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സ്ഖലിതങ്ങളും സംഭവിക്കുന്നില്ല. അപ്പം ഇതിവിടെ പ്രശ്നം, ഇതിന് എന്തെങ്കിലും തരത്തിൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സെനതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പേരോടിനൊക്കെ മറുപടി, എന്തിനാ സെനത്? നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ സെനതുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? സെനതുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവാചകനിൽ നിന്ന് സ്വീകാര്യയോഗ്യമായ രീതിയിൽ ഈ കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് അതിനർത്ഥം. പ്രവാചകൻ്റെ വചനങ്ങൾക്ക്, നമ്മൾ ഹദീസുകൾക്ക് സെനത് അന്വേഷിക്കുന്നു. ഏതാണ്ട് 250 കൊല്ലമായപ്പോഴേക്കും അതൊക്കെ തന്നെ റെക്കോർഡായി ബുഖാരിയിലും മുസ്ലിമിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു മുടി അല്ലെങ്കിൽ ഒരു ചട്ടി അല്ലെങ്കിൽ ഒരു കലം അല്ലെങ്കിൽ ഒരു പാത്രം, അതുപോലുള്ള എന്തെങ്കിലും കുറേ സാധനങ്ങൾ, അവ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഏതാണ്ട് 1400-1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരാളും കൈമാറപ്പെടാതെ, കൈമാറിയ ആളിൽ നിന്ന് കൈമാറപ്പെടാതെ, പിന്നെയും കൈമാറപ്പെടാതെ 100% വിശ്വസനീയമായ ആളുകളിലൂടെ കൈമാറി 1400-1500 കൊല്ലം ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദിശയിൽ വെച്ച്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ, സന്ദർഭത്തിൽ അത് ആരെങ്കിലും മാറ്റിവെച്ചോ? ആ ചോദ്യത്തിന് മറുപടി കിട്ടേണ്ടതില്ലേ? അത് കിട്ടാത്തയിടത്തും കാലം ഇത് പ്രവാചകൻ്റെതാണ് എന്ന് പറയുമ്പോൾ എൻ്റെ പേരിൽ ആരെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ സീറ്റ് നരകത്തിൽ അയാൾ കണ്ടുവെച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ, പ്രവാചകൻ്റെതല്ലാത്ത ചട്ടിയും പാത്രവുമായി വരുമ്പോൾ അത് അതിനേക്കാൾ വലിയതായ ഒരു ആരോപണമല്ലേ? അപ്പം ഇതൊക്കെ പറയുമ്പോൾ അതിനെ അടച്ചങ്ങ് നിഷേധിക്കുക. ഇതിന് മറുപടി പറഞ്ഞപ്പോൾ അന്ന് പേരോടിൻ്റെ മറുപടി ഞാൻ ഓർമ്മിക്കുകയാണ്. അത് അന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, ആ ഒരു അബ്ദുള്ള വല്ലദീ തവല്ലാ കിബ്റഹു, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചതായ ആ അബ്ദുള്ള ഇപ്പോൾ ഇത് പറയുന്നതായ ഓ അബ്ദുള്ള, ഇതുകൊണ്ടൊന്നും കാര്യം നടക്കൂല. ഇതൊക്കെ പറയുമ്പോൾ അജാതി ഊലൂത്തകളൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. വസ്തുനിഷ്ഠമായി സത്യസന്ധമായി ഇത് പ്രവാചകൻ്റെതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നത് മറ്റൊരു ചോദ്യമാണ്. അതിൻ്റെ പരിശുദ്ധതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് പുണ്യത്തിനെ സംബന്ധിച്ചൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്.
ആ രീതിയിലുള്ളതായ ഒന്ന് കിട്ടാത്തിടത്തോളം കാലം എന്തിനാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്? ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് പകരം കുണ്ടൂർ ഉസ്താദ്, നമ്മൾ ക്ലിപ്പിങ്ങിൽ കണ്ടാൽ നിഷേധിക്കാൻ കഴിയില്ല, കുണ്ടൂർ ഉസ്താദ് കഷ്ടപ്പെട്ട് മദീനയിൽ നമ്മളൊക്കെ അതുപോലെ തന്നെ പോയിട്ട് കഷ്ടപ്പെട്ടവർ തന്നെ അവിടെ ചെന്ന് വിഷമിച്ചുകൊണ്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, ബഹുമാനപ്പെട്ട റസൂൽ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഞാൻ ഇനി ഇങ്ങോട്ട് വരൂല, ഇവിടെ ഭയങ്കര ട്രാഫിക്ക്, വിമാന ടിക്കറ്റ് കിട്ടാനില്ല, അതിനെന്നെ പലജാതി തട്ടിപ്പും വളരെ വിഷമം, അങ്ങോട്ട് മടങ്ങിപ്പോകാനുള്ള ടിക്കറ്റിന് അതിനേക്കാൾ പ്രയാസം, അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരൂല. ഓ, ഇങ്ങോട്ട് വരണ്ട, അവിടെ ഇരുന്നാൽ മതി, പകരം നീ അബൂബക്കറിനെ കണ്ടാൽ മതി. ഏത് അബൂബക്കറിനെ ഞാൻ വിശദീകരിക്കുന്നില്ല, നീ അബൂബക്കറിനെ കണ്ടാൽ മതി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യം അതുപോലെ ചെയ്യാണ്ട്, എന്തൊക്കെ കാര്യത്തിൽ നമുക്ക് മോചനം നേടാനുണ്ട്. ഇത് ഈ സമുദായത്തിന് മുമ്പിൽ, മലബാറിലെ ജനങ്ങളുടെ മുമ്പിൽ, കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളതായ ധൈര്യം, ആ തൊലിക്കട്ടിയോട് വല്ലാത്ത അസൂയ തോന്നുന്നു പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. എങ്ങനെയാണത് പറയാൻ കഴിയുന്നത്? അതുപോലെ തന്നെ അല്ലാഹു തആല എന്ത് ചെയ്യുമ്പോഴും എന്നിട്ട് അതിൻ്റെ രസം ആ ക്ലിപ്പും കാണേണ്ടതാ. ഈ പറഞ്ഞ ഉസ്താദ് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്, ആളിങ്ങനെ കണ്ട് ഇങ്ങനെ സ്വപ്നത്തിൽ ഈ കക്ഷിയെ നബിയെ കാണുകയാണ്. നബിയെ കാണാൻ വേണ്ടി ഇങ്ങനെ ചെന്ന് മുമ്പിലെത്തി നോക്കുമ്പോൾ അതാ ഒരാളിങ്ങനെ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കിടക്കുന്നു. അതാരാണ്? റസൂലാണ് എന്നൊക്കെ വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കുമ്പോൾ അത് നമ്മുടെ ഷെയ്ഖ് അബൂബക്കർ. അപ്പോഴോ ചോദിക്കുന്നത്, ഞാൻ കാണാൻ വന്ന നബിയല്ലേ, എന്നെ കണ്ടാൽ മതി. നിങ്ങൾ ആ ക്ലിപ്പിംഗ് എടുത്ത് നോക്കി, വേണ്ടത് അതൊക്കെ വെച്ചുകൊണ്ട് അത് പ്രസംഗിക്കേണ്ടത്. എന്തൊരു അത്ഭുതമാണിത്! ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അവിടെ പത്രങ്ങളിലൊക്കെ വരുന്നതായ മറുപടി വളരെ രസകരമാണ്. ഇത് ബുഖാരിയിലില്ലേ? സമയം കഴിഞ്ഞില്ലേ? ഇത് ബുഖാരിയിലില്ലേ? മുസ്ലിമിലില്ലേ? അതുകൊണ്ട് എങ്ങനെയാണ് ഇതൊന്നും ബുഖാരിയിലുമില്ല, മുസ്ലിമിലുമില്ല. ഈ അബൂബക്കർ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുകയില്ല. അദ്ദേഹം തന്നെ എഴുതിയ വാചകമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുകയില്ല എന്ന്. അങ്ങനത്തെ ഒന്ന് ബുഖാരിയിലില്ലേ, മുസ്ലിമില്ലേ എന്ന് മാത്രമല്ല, ഈ കാര്യങ്ങൾ ബുഖാരിയിലുള്ള ചില കാര്യങ്ങൾ ബുഖാരിയിലുണ്ട്. ഏത് കാര്യവും ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ മൗലികതയുമായി യോജിക്കാത്ത ഒരു കാര്യവും ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ കഴിയില്ല. ഇസ്ലാം ഖുർആനിൻ്റെ മൗലികതയുമായി പൊരുത്തപ്പെടാത്തതായ ഒരു കാര്യം ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആര് പറഞ്ഞാലും അത് സ്വീകരിക്കുക എന്നത് നമുക്ക് സാധ്യമല്ല. അതായത് ബുഖാരിയിലുള്ള ഹദീസിനകത്തുണ്ട്, മൂസാ നബി അലൈഹി സ്വലാം വസ്ത്രം അയച്ചു വെച്ചുകൊണ്ട് നഗ്നനായി കുളിക്കുകയായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം കുളിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കല്ല് മൂസാ നബിയുടെ വസ്ത്രം കൊണ്ട് ഒറ്റ ഓട്ടം ഓടിയിട്ട് ടൗണിൽ വന്ന് ആളുകൾ കൂടുന്ന മാർക്കറ്റിൽ അവിടെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെന്ന് കണ്ട് ആ കല്ലട നിന്നു. കല്ലിനറിയാം മൂസാ നബി ഇങ്ങോട്ട് വരുമെന്നും ഇവിടേക്കാണ് ഇവിടുത്തെ മലവിലായാലും ഇരിക്കലെന്നും. അവിടെ ചെന്ന് മൂസാ നബി നഗ്നനായി വന്നു നിന്നു. ആ കല്ലിനോട് തുണി ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുപോയി. ഇങ്ങനെ ഒന്ന് സംഭവിക്കില്ല. ഒരു പ്രവാചകൻ നഗ്നനായിക്കൊണ്ട് കുളിക്കൂല. രണ്ട് കുളിച്ചാൽ തന്നെ അദ്ദേഹം തുണിക്ക് വേണ്ടി കല്ലിൻ്റെ പിന്നാലെ പോടൂല. മൂന്നാമത് കല്ലോടൂല എന്ന് പറയുന്ന മറുപടിയാ. ഖുർആനകത്ത് പറഞ്ഞിട്ടില്ലേ, ദൈവഭയത്താൽ ചില കല്ലുകൾ ഉരുണ്ടു വീഴുന്നു എന്ന്. ഇത് വേണമെങ്കിൽ നിങ്ങൾ വെല്ലുവിളിക്കുകയാണെങ്കിൽ സിറാജ് പത്രത്തിൽ എനിക്ക് എഴുതിയതായ മറുപടി ഞാൻ എടുത്തു കാണിക്കാൻ തയ്യാറാണ്. കല്ല് സംസാരിക്കോ, കല്ലമുൽ ഹജർ. എങ്ങനെയാണ് ഞാൻ ഇത് പറയുന്നത്? ഇതൊന്നും അത്ര പ്രസക്തമായതുകൊണ്ട് പറയല്ല. എന്തുമാത്രം വലിയ ഒരു കൾട്ട്, ഒരു അന്ധവിശ്വാസം, അതിൻ്റെ ഒന്നാണ് ഇവരിവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭയാനകത. ഈ നൂറ്റാണ്ടിലാണല്ലോ കല്ല് സംസാരിക്കുന്നു, കല്ല് ഓടുന്നു, കല്ല് ഇവിടെ രാജാക്കന്മാരും മഹാന്മാരും ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന വർത്തമാനം. ഇത് വിശ്വസിച്ചുകൊണ്ട് ഒരു സമൂഹം, പിന്നെ ആ സമൂഹത്തിനോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. പക്ഷേ എന്ന് വിചാരിച്ച് ഇത്തരത്തിലുള്ളതായ അന്ധവിശ്വാസങ്ങളെ അവഗണിക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ അത് കണ്ട് പേടിച്ചോടുകയോ ആ ആൾക്കൂട്ടത്തിൻ്റെ വലിപ്പം കണ്ടുകൊണ്ട് ബേജാറാവുകയോ ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഈ അന്ധവിശ്വാസത്തിൻ്റെ കോട്ടകൾ ഒന്നടങ്കം നേരത്തെ ഇവിടുത്തെ മുദ്രാവാക്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തച്ചുടച്ചതുപോലെ, അതിനു മുമ്പ് നമ്രൂദ് ചെയ്തതുപോലെ, മൂസാ അലൈഹി സ്വലാം വെല്ലുവിളിച്ചതുപോലെ ഈ കോട്ടകൾ ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് പോയിട്ട് ഈ സമുദായത്തിനൊന്നും സംഭവിച്ചില്ല. അത് മനസ്സിലാക്കണം. ഇതിനേക്കാൾ വലിയതിനെ നേരിട്ട സമുദായമാണ്. ആ സമുദായം ഇത് കണ്ടിട്ടാണ്, ഇത്തരത്തിലുള്ള ഓലപ്പാമ്പുകൾ കണ്ടിട്ടാണ് പേടിക്കുന്നത്. ഞാൻ ഒരുപാട് അതിക്രമിച്ച് പറഞ്ഞു. വിഷയത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.